തുടങ്ങിയോ? ഞാൻ ഈ കഴിഞ്ഞ ദിവസമേ ഈ ലിംഗസമത്വം, ജെൻഡർ ഇക്വാളിറ്റി എന്ന് പറയുന്ന സാധനത്തിനകത്ത് വരുന്ന ഈ ജെൻഡറുമായിട്ട് ബന്ധപ്പെട്ടൊരു ഇക്വാലിറ്റി വേണ്ട, മനസ്സിലായില്ലേ? മനുഷ്യർ മൊത്തത്തിലൊരു ഇക്വാലിറ്റി എന്ന് പറയുന്ന രീതിയിൽ ഇടപെടുന്നത് കുഴപ്പമില്ല, പക്ഷേ ഈ ലൈംഗികമായ സാധനവുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ ഇക്വാലിറ്റി ഒരു കാരണവശാലും അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ശരിക്കും പറഞ്ഞാൽ ആണിന് പെണ്ണും പെണ്ണിന് ആണും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപോലെ കാണരുത്. അത് തമ്മിൽ ഒരു സാദൃശ്യവും ഇല്ല, ഒരു സ്ഥലത്തും ഇല്ല. പക്ഷേ ഒരാണിനൊരു പെണ്ണൊരു അത്ഭുതമായിട്ട് കാണാം, പെണ്ണിന് അതുപോലെ തന്നെ ആണിനെ ഒരു അത്ഭുതമായിട്ട് കാണണം. അതാണ് അതിൻ്റെ ആ പെർഫെക്റ്റ് കെമിസ്ട്രി എന്ന് പറയുന്നത്. എന്നാലേ ആ ഒരു പ്രത്യുൽപാദന രംഗത്ത് പ്രവർത്തിക്കുന്ന യോദ്ധാക്കളുടെയും എന്താ പറയുക, അഭ്യുദയകാംക്ഷികളുടെയും അതുപോലെ തന്നെ ക്രിയാത്മകമായ രീതിയിൽ പ്രത്യുൽപാദന സഞ്ചലന കേന്ദ്രങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ, ഈ പരിപാടി ഉണ്ടല്ലോ, മറ്റേ സെക്ഷൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള കേസായിട്ട് വരുമ്പോൾ ഞാൻ സ്ത്രീവിരുദ്ധത പറയുകയാണെന്ന് കരുതരുത്. സ്ത്രീകളും പുരുഷന്മാരും വെച്ച് നോക്കിയാൽ ഇപ്പോൾ ഒരു ബ്രോക്ക് ബാക്ക് മൗണ്ടൻ എന്ന് പറഞ്ഞൊരു പടമുണ്ട്. അതിനകത്ത് രണ്ടാണുങ്ങൾ കൗബോയ്സാണ്. അവർ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു കാട്ടിൽ മലയിൽ പെട്ടുപോയി കഴിയുമ്പോൾ ഇവർ ഹോമോസെക്ഷൽ ആക്ടിവിറ്റീസിൽ ഏർപ്പെടുന്ന ഒരു രീതിയാണ്. അതായത് ആണുങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഇൻസേർഷൻ ആണും തമ്മിൽ പറ്റും, മനസ്സിലായോ? ഇൻ്റർകോഴ്സ് എന്ന് പറയുമ്പോൾ ഏനൽ ഇൻ്റർകോഴ്സ് അവർക്ക് പോസിബിളാണ്. അപ്പോൾ ഒരാണിന് വേറൊരാണിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റും, അവർക്ക് പരസ്പരം അതുപോലെ തന്നെ, മനസ്സിലായില്ലേ? ഇതിൻ്റെ രണ്ടിൻ്റെയും വ്യത്യാസമൊന്നും വലിയ കാര്യമായിട്ടില്ല. ആ ഫ്രിക്ഷനാണ് ഉണ്ടാകുന്നതെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇത് ചെയ്യാൻ പറ്റും. ഏനൽ സെക്സ്, ഓറൽ സെക്സ് ഒക്കെ ആണുങ്ങളോട് ചെയ്യാം. പക്ഷെ പെണ്ണുങ്ങൾ ലെസ്ബിയൻ, ഗേ അല്ലെന്ന് വിചാരിക്കുക, ലെസ്ബിയൻ ആണെങ്കിൽ അവർക്ക് ഓറൽ ഓക്കെ, പക്ഷെ എങ്ങനെ ഇൻസേർട്ട് ചെയ്യും? മറ്റേ മാസ്റ്റർബേഷൻ അല്ലല്ലോ, സ്വയം മാസ്റ്റർബേറ്റ് ചെയ്യുന്നതും വേറൊരാൾ മാസ്റ്റർബേറ്റ് ചെയ്ത് കൊടുക്കുന്നു എന്നുള്ളൊരു വ്യത്യാസം മാത്രമല്ല അവിടെ ഉണ്ടാകത്തുള്ളൂ. ഓറൽ ചെയ്യാൻ പറ്റും അവർക്ക്, ഡില്ലോയും പറ്റത്തില്ല, അതൊട്ടും റിയൽ അല്ലല്ലോ. മാത്രമല്ല ഏനലിൽ പ്ലഷറും ഉണ്ട്. ഏനൽ സെക്സ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഏനൽ നല്ലതാണ്. അപ്പം എന്ത് ചെയ്യും? സ്ത്രീകൾക്ക് അവിടെ അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇരിക്കുന്നത് ഇവർ പറയുന്ന വിഷയം പലപ്പോഴും തെറ്റിപ്പോകുന്നത് ഇതല്ല, ഇതിങ്ങനെ ഈ ഒരു ടൈപ്പ്, അതായത് ഒരു സെക്ഷൽ സാധനത്തിലോട്ട് കൊണ്ട് വെച്ചിട്ടൊക്കെ ആൾക്കാർ ചിന്തിക്കുന്നതുകൊണ്ടുള്ള പ്രശ്നം ഇത്. സത്യത്തിൽ സ്ത്രീ ഒരു അത്ഭുതമാകുന്നത് ആ പ്രസവവും പരിപാടിയും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അതുവഴി കൊച്ചിറങ്ങേണ്ടി വരുന്നത് കൊണ്ട് മാത്രം അതങ്ങനെ ആ രൂപത്തിലിരിക്കുന്നത്. ഇതിനകത്തൂടെ കൊച്ചിറങ്ങണ്ടാത്തതുകൊണ്ടാണ് ഇത് ഇങ്ങനെ മറ്റേ രൂപത്തിലിരിക്കുന്നത്, മനസ്സിലാകുന്നുണ്ടോ? ഇഞ്ചക്ട് ചെയ്യേണ്ട സ്ഥലത്തോട്ട് അതിന് വേണ്ട രീതിയിൽ ഡിസൈൻ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. പണ്ടിതൊന്നാന്ന് പറിച്ചെടുത്തതാണ്, മനസ്സിലായില്ലേ? രണ്ട് ഇങ്ങനെ കീറിയപ്പോൾ ഇങ്ങനെ ആയതാണ്. നേരത്തെ അവിടെ തന്നെ ഇരിക്കുവാന്ന്, തന്നെ റീപ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരുന്ന പോലെ. അപ്പോൾ എന്താണെങ്കിലും അത് അതിൻ്റെ വഴിക്ക് വിട്ടേക്ക്. ഈ സെക്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ചിന്ത അല്ലെങ്കിൽ അവിടെ ആകെ ചെയ്യാൻ പറ്റുന്ന അതിനകത്ത് ഈക്വലേ അല്ല, അവിടെ ഒന്നും ഈക്വൽ അല്ല, ഫിസിക്കലി ഈക്വലേ അല്ല. ആകെ ഉള്ളൊരു വ്യത്യാസം രണ്ടുപേരും തമ്മിലുള്ളത്, ഒരാൾക്ക് ഇത് രണ്ടിനെയും പരസ്പരം ആ തരത്തിൽ ഒരു അത്ഭുതകരമായ രീതിയിൽ കണ്ടുകൊണ്ടിരിക്കാം, ആസ്വദിച്ചുകൊണ്ടേയിരിക്കാം, മനസ്സിലായില്ലേ? നിങ്ങൾ ഈ സാധനം ആസ്വദിക്കാനുള്ളതും മറ്റേത് അത് വേറെ പരിപാടിക്കും ഉള്ളതാണ്. പ്രത്യുൽപാദന പരിപാടി എന്ന് പറയുന്നത് വേറെയാണ്. രണ്ടും ഇല്ലാതെ ഇത് നടക്കത്തുമില്ല. പക്ഷെ അപ്പോഴും ഭയങ്കര ഈക്വൽ ഉണ്ടാക്കാൻ നിൽക്കണ്ട. ഇത് ഈക്വലൊന്നുമല്ല, രണ്ടുമാണ്, വളരെ വ്യത്യസ്തമാണ്. രണ്ട് ജെൻഡറോ 3, 4, 10 ജെൻഡർ ഉണ്ടെങ്കിലും പരസ്പരം ഈ സാധനം എൻജോയ് ചെയ്യാൻ പറ്റുന്ന പോലെ ചെയ്യാൻ പറ്റുന്ന സാധനം മാത്രമേ ഉള്ളൂ. അതിനപ്പുറത്തോട്ട് ആരാണ് കൂടിയത് എന്ന് ചോദിച്ചാൽ ഇത് രണ്ടും കൂടിയൊന്നുമല്ല. രണ്ടിനും രണ്ട് തരം പ്രത്യേകതകളുണ്ടെന്നേ പറയാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ പ്രസവിക്കുന്നു, എല്ലാവരും ജനിച്ച് ഇതിനകത്തൂടെ മറ്റെല്ലാം മറിച്ചെന്ന് ചോദിച്ചാൽ അത് കറക്റ്റാണ്. പിന്നെ ആണുങ്ങൾ പറയുന്ന പോലെ ഇത്രയും കട്ടിപ്പണി എടുത്തില്ലേ, തലയും കുത്തി മറിഞ്ഞില്ലേ, ഓടില്ലേ, ടെസ്റ്റോസ്റ്ററോൺ, അങ്ങനെയാണ്. പലതരം വ്യത്യാസങ്ങളുണ്ടെന്നേ. അതിനെയൊന്നും അങ്ങനെ തന്നെ വിടുന്നതല്ല. ഇവിടെ കുറേ പേര് അങ്ങനെയല്ല, പെണ്ണുങ്ങൾ ജീൻസ് വിട്ട് ഇങ്ങനെ നടക്കുമ്പോൾ എന്തോ ഇക്വാൾ, അങ്ങനെയൊക്കെ എങ്ങനെ ഇവർ മനസ്സിലാക്കിയത്? ആരും
ഇല്ല ഒരുത്തിന് മണ്ടയ്ക്ക് കയറി വലിയ ഡോമിനേഷൻ കാണിക്കുന്നതാണോ? ഇവിടെ പെണ്ണുങ്ങൾക്ക് ഡോമിനേറ്റ് ചെയ്യാൻ വലിയ പ്രയാസമാണ്. ആണുങ്ങൾ അത് സമ്മതിച്ചു കൊടുക്കുന്നുണ്ട്, ഡോമിനേറ്റ് ചെയ്യുന്നല്ലേ ഉള്ളൂ. എങ്ങനെ അതും ശരിയാ, ഫിസിക്കലി ഡോമിനേറ്റ് ചെയ്യാൻ പാടാ പെണ്ണുങ്ങൾക്ക്. ഫിസിക്കലി എന്നല്ല, എങ്ങനെ ഡോമിനേറ്റ് ചെയ്യുന്നത് എനിക്കറിയത്തില്ല. അത് ശരിയാ, ഡോമിനേഷൻ ഒന്നും നടക്കുന്ന കാര്യമല്ല, പിന്നെ വെറുതെ കിടന്ന് കച്ചറ ഉണ്ടാക്കാന്നേ ഉള്ളൂ. ആണുങ്ങൾ സമ്മതിച്ചു കൊടുക്കുന്നുണ്ട്, ആണുങ്ങൾക്ക് ഇവരെ ഇഷ്ടമാണ്, സ്നേഹമാണ്. അതെ അതെ അതെ, അവിടെ മാത്രം ഡോമിനേഷൻ നടക്കത്തുള്ളൂ, അല്ലാത്തവന്മാർക്ക് നടക്കത്തില്ല. അല്ലാത്തവൻ്റെ അടുത്ത് ഇത് നടക്കത്തില്ല. അതിന് കുറച്ച് വിവരം വിദ്യാഭ്യാസമൊക്കെ വേണം. ഒരു തരത്തിൽ ഡോമിനേഷൻ സഹിക്കാൻ വേറൊരു മെൻറ്റാലിറ്റി വേണം കേട്ടോ, ആരോടാണേലും. അതിപ്പം എൻ്റെ അടുത്ത് ഇപ്പോൾ ആണ് വന്ന് ഡോമിനേറ്റ് ചെയ്യാൻ നോക്കിയാലും പെണ്ണ് വന്ന് ഡോമിനേറ്റ് ചെയ്താലും ഞാൻ ശ്രദ്ധിക്കുന്ന അയാൾ ഡോമിനേറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ടോന്നേ ഉള്ളൂ. ഞാൻ അങ്ങോട്ട് ഡോമിനേറ്റ് ചെയ്യാനൊന്നും പോകുന്നില്ല. അത്രേ ഉള്ളൂ. ഗീവ് ആൻഡ് ടേക്ക് പോളിസി അത്. റെസ്പെക്റ്റ് ശരിയാ വേണം, കെയർ ചെയ്യണം ആൾക്കാർ. അല്ലാതെ ഈ ഡോമിനേഷൻ, ഞാൻ പണ്ട് ഓർമ്മയുണ്ട്, എനിക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുമ്പോൾ ആൾക്കാർ ഇങ്ങനെ കുണയ്ക്കും. പിന്നെ ചിലർ പിടിച്ചു കഴിഞ്ഞാൽ ഒരു പിടിയാണ്. എന്നിട്ട് ഇത് കണ്ടാൽ തന്നെ നമ്മളവർക്ക് ഇവനെന്തോ കൂടിയാണ് കാണിക്കാൻ പഠിപ്പിച്ച പണ്ട് ഈ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ട്രെയിനേഴ്സ് വന്ന് ചെയ്തതാണ്. ഇപ്പം ഈ സൈക്കോളജിസ്റ്റും ഈ മോട്ടിവേഷൻ പാർട്ടീസ് ഇല്ലേ, അവർ വഴിതെറ്റിക്കുന്ന പോലെ പണ്ട് തെറ്റിച്ച കുറച്ച് ആൾക്കാരെ അവർ വന്ന് ഇങ്ങനെ പിടിക്കണം, ഇപ്പോഴും പിടുത്തം. നമ്മളതിനെ പിടിച്ച് കഴിയുമ്പോൾ അവൻ വിചാരിക്കുന്നത് താനെനിക്ക് എന്തോടെ ഒരു സ്ട്രോങ് അല്ലല്ലോ എന്നൊക്കെ. ഞാൻ പണ്ടേ അങ്ങനെയാണ്, ഞാനിതൊന്നും എടുക്കാറൊന്നുമില്ല. ഇങ്ങനത്തെ തീട്ട പരിപാടി കാണുമ്പോൾ ഞാൻ സൂപ്പറാണ്, പിന്നെ ഇൻസേർട്ട് ചെയ്ത് നടന്ന ഉടനെ ഒഫീഷ്യലാണ്, എക്സിക്യൂട്ടീവാണ്, കോട്ടിട്ട് എൻ്റെ സ്വഭാവം മാറത്തൊന്നുമില്ല. അതിനുവേണ്ടി പ്രത്യേക ഒരു കൈകൊടുപ്പും സ്റ്റൈലും നിപ്പും പിന്നെ കുറേ സാധനമുണ്ടോ ഇതിനകത്തൊക്കെ. നമ്മളിപ്പോൾ ഡാൻസ് കളിക്കുകയാണെങ്കിൽ ചുമ്മാ കിടന്ന് തുള്ളിയാൽ പോരാ, ആണുങ്ങളുടെ ഒരു പരിപാടിയുണ്ട്. അങ്ങനെ അതൊക്കെ പഠിച്ചിട്ട് അതൊക്കെ സാധനമൊക്കെ പഠിച്ചിട്ട് അതിൽ വന്നേക്കുന്നത്. അങ്ങനെ നിൽക്കത്തൊക്കെ ഉള്ളൂ. ഈ സാധനമൊക്കെ കാണിച്ച് കളയും. എന്തിന്? എനിക്ക് തോന്നിയ പോലെ ഞാൻ ചാടും, എനിക്കത്രേ ഉള്ളൂ. അല്ലാതെ നീ എൻ്റെ അളന്നിട്ട് ഒരു കാര്യം നിനക്ക് കിട്ടാൻ പോകുന്നില്ല. അവിടെ അളവ് തെറ്റും, മനസ്സിലായ? തീർച്ചയായിട്ടും തെറ്റിയിരിക്കും, ഒരു സംശയം വേണ്ട. അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടെന്നേ. ഇവിടെ ചുമ്മാ ഡോമിനേഷൻ ഉണ്ടാക്കാൻ വരും, അതോറിറ്റി കാണിക്കാൻ വരും. അതോറിറ്റി കാണിക്കുമ്പോൾ ചിലർ ആ അതോറിറ്റിയെ വിശ്വസിക്കും. ഇത്തരം പരിപാടികളാണ് ഇവിടെ ഉള്ളത്. നമ്മൾ അങ്ങനെ ഒന്നും ചിന്തിച്ചിട്ടല്ല ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. ഞാൻ ആലോചിക്കുന്നത് ആണായാലും പെണ്ണായാലും ഇവൻ്റെ സ്വഭാവം ഇത്രേ ഉള്ളൂ. ഇവൻ ഇതാ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവനായിട്ട് സഹകരിക്കുന്നത് എങ്ങനെ, സഹകരിക്കണോ വേണ്ടയോ, അഥവാ സഹകരിച്ചാലും എത്രത്തോളം, എങ്ങനെയൊക്കെ, അത്രേ ഞാൻ നോക്കാറുള്ളൂ. അല്ലാതെ ഇവിടെ കിടന്ന ആണാണോ പെണ്ണാണോ, ഇന്ന ജാതിയാണോ ഇന്ന മതമാണോ ഇന്ന നാടാണോ എന്ന് നോക്കിയിട്ട് ഒരു പരിപാടി നടത്തിയിട്ടില്ല ഇന്നേ വരെ. ഒരുപാട് രാജ്യക്കാരുടെ ഇടയിൽ പോയി ജോലി ചെയ്തിട്ടുണ്ട്, എല്ലാ സൈസ് മനുഷ്യരോട് ഇടപെട്ടിട്ടുണ്ട്. അത് നമുക്ക് ഇടപെടാൻ പറ്റിയ ആൾക്കാർ നല്ലതാണെന്ന് തോന്നി ഇടപെടും. പിന്നെ ഏത് ജെൻഡറിലാണെങ്കിലും ഏത് ജാതിയിലാണെങ്കിലും ഏത് രാജ്യത്താണെങ്കിലും എന്ത് ലാംഗ്വേജ് ആണെങ്കിലും എന്ത് കളറാണെങ്കിലും ഒരു മൈരൻ എപ്പോഴും മൈരനായിരിക്കും. അത്രേ ഉള്ളൂ.